ഹായ്, നമ്മുടെ അടുക്കളയിൽ നിത്യം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ പ്രഷർ കുക്കർ. പ്രഷർ കുക്കർ ഇല്ലാത്ത അടുക്കളയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പൊ നമ്മുടെ കുക്കർ ഉപയോഗിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട 2-3 ടിപ്സും അതോടൊപ്പം തന്നെ ഈ കുക്കറിന്റെ സേഫ്റ്റി സിസ്റ്റത്തിനെ കുറിച്ചും പറയാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് കുക്കർ എങ്ങനെ അടയ്ക്കാം എന്നാണ്. അപ്പൊ ഈ കുക്കറിന്റെ ലിഡിന് മുകളിൽ ഒരു ഏരോ മാർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ഹാൻഡിലിനും ഒരു ഏരോ മാർക്ക് ഉണ്ടാവും. അതിന് നേരെ ലിഡ് വെച്ചതിന് ശേഷം നമ്മുടെ ഒരു കൈ മെല്ലെ വെച്ച് 2 വിരൽ കൊണ്ട് നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാം. പാചകം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹോളുകളുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റീം വരുന്നതിനോട് കൂടി അത് പുറത്തേക്ക് പോകും. അതുപോലെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ് കുക്കർ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്യാസ്കറ്റ് ഊരി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടുക. അപ്പോൾ ഇത് ഗ്യാസ്കറ്റ് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെയിറ്റും ഇതുപോലെ നമ്മൾ ദൂരി ക്ലീൻ ചെയ്യാം. ഇതിന് ഹോളുകളൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറും വെയിറ്റും എല്ലാം ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുക്കറിന് 3 സേഫ്റ്റി സിസ്റ്റങ്ങളാണുള്ളത്. ഒന്ന് വെയിറ്റ്, ഒന്ന് ഗ്യാസ്കറ്റ് റിലീസിങ് സിസ്റ്റം, അതുപോലെ തന്നെ സേഫ്റ്റി വാൾവ്. നമ്മൾ ആദ്യം വരുന്നത് വെയിറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീം നിറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് പൊങ്ങി വിസിലടിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ വെയിറ്റ് പൊങ്ങിയില്ല, വിസിലടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്യാസ്കറ്റ് റിലീസിങ് സിസ്റ്റം വർക്കാവും. അതായത് ഈ ഗ്യാസ്കറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് തള്ളി വന്ന് ഈ ഹോളിലൂടെ സ്റ്റീം പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഗ്യാസ്കറ്റ് റിലീസിങ് സിസ്റ്റം. ഇനി ഈ 2 സിസ്റ്റവും വർക്ക് ആയില്ലെങ്കിലാണ് മൂന്നാമതായി സേഫ്റ്റി വാൾവ്. ഈ സേഫ്റ്റി വാൾവിന്റെ ഉള്ളിൽ EM പോലെ ചെറിയൊരു ഇതാണ്. അത് അടിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്റ്റീം മൊത്തം പുറത്തേക്ക് പോയി കുക്കർ സേഫ്റ്റി ആവും. അപ്പൊ എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് ഇതെന്താണെന്ന്. ഇതാണ് പ്രഷർ ഇൻഡിക്കേറ്റർ. അതായത് നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഈ കുക്കറിനുള്ളിൽ പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വലിഞ്ഞു നിൽക്കും. അപ്പോൾ ഇതിനുള്ളിൽ പ്രഷർ നിറഞ്ഞു എന്നാണ് അർത്ഥം. ഈ പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് പൊങ്ങി വിസിലടിക്കും. അപ്പോൾ ഒരു പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.